വിചിത്രമേശു രക്ഷക, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നെന്നിൽ തന്നു നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നെന്നിൽ തന്നു നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിക്കുവാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ പുനരുത്ഥാന സത്യത്തെ, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ അവരുടെ ജീവിതത്തിൽ നിരാശ പൂണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട് അവർ പടകും വലയും എടുത്തുകൊണ്ട് വീണ്ടും മത്സ്യബന്ധനത്തിനായി കടന്നുപോയി. പത്രോസും ദിദിമോസ് എന്ന തോമസും കനായിലും നഥനായിലുമൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നവരാണ്. എന്നാൽ ശിഷ്യന്മാരെ കാത്ത് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് തിബിരിയാസ് എന്ന കടൽക്കരയിൽ കനലിൽ ചുട്ട അപ്പവും മീനുമായി കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് ആണയിട്ട് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വരെ അവനെ പ്രാകുവാനിടയായി തീർന്നു, ഭയന്നിട്ട് പേടിച്ചിട്ട്. ശിഷ്യന്മാർ ഗദശമനായുടെ തോട്ടത്തിൽ വെച്ച് തന്നെ അവനെ വിട്ട് ഓടിപ്പോയി കളഞ്ഞു. അവർ ഒളിവിലായിരുന്നു പലരും. അവരുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു, അവരുടെ പ്രവൃത്തികളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു, അവരുടെ ദൈവകൃപയൊക്കെ അവരെ വിട്ടുപോയിരിക്കുന്നു. അങ്ങനെ ഒരു പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിൽ ഇവർ മീൻ പിടിക്കുവാൻ കടന്നു പോകുമ്പോൾ അതേ കടൽക്കരയിൽ അവർക്ക് വേണ്ടി കനലിൽ ചുട്ട അപ്പവും മീനുമായി യേശു കാത്തിരിക്കുന്നു. ആരെയാണ് യേശു കാത്തിരിക്കുന്നത്? പത്രോസ് എന്ന തള്ളിപ്പറഞ്ഞ ആണയിട്ട പ്രാഗീയ മനുഷ്യനെ. കർത്താവിൻ്റെ ദാസൻ ഏബൽ പാടിയപ്പോഴും ഞാൻ ഓർക്കുന്നൊരു സത്യം, തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞില്ല എന്നെ അവൻ. ചൂടുള്ള ഒരപ്പവും കുളിരിനായി തീയും പകർന്നു തന്നെ കാത്തിരുന്നവൻ. പ്രിയപ്പെട്ടവരെ, ഈ ചിത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നത്. നമ്മൾ ദൈവത്തെ മറന്നപ്പോഴും അവൻ നമ്മെ മറന്നില്ല. നാം അവനിൽ നിന്ന് അകലം പാലിച്ചപ്പോഴും അവൻ നമ്മെ വിട്ടുപോയില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്കിപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയുന്നത്. മുടിയനായ പുത്രൻ എന്ന് വിളിക്കുന്ന ഇളയ മകൻ ഭവനത്തിൽ നിന്ന് അപ്പൻ്റെ സകല വസ്തുക്കളും നന്മകളും സ്വരൂപിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് യാത്രയായി.
അവൻ എല്ലാം നഷ്ടപ്പെടുത്തി. അവൻ വ്യഭിചാരികളുടെ കൂടെ പോയി. അവൻ എല്ലാ പണവും നന്മയും വസ്തുക്കളും തീർത്തു കളഞ്ഞ് പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ ആഗ്രഹിച്ചിട്ടും അതുപോലും ലഭ്യമാകാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിരാശനായി പന്നിക്കൂട്ടിലിരുന്നു കൊണ്ട് അവൻ പറയുകയാണ്, ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ചെല്ലും. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ അവൻ്റെ മനസ്സിൽ നിർണയിച്ച് തീരുമാനിച്ച് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അപ്പൻ്റെ ഭവനത്തിലേക്ക് യാത്രയാകുമ്പോൾ ബൈബിൾ പറയുന്നു, അപ്പൻ അവനെ ദൂരത്ത് നിന്ന് കണ്ട് ഓടി വന്ന് മാറോടണച്ചു. അതെ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഈ മകനെ കാത്തു നിന്നൊരു അപ്പനുണ്ട്. ഈ മകന്റെ നഷ്ടത്തെ, അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ കാത്തു നിന്ന് അവൻ എന്ന് മടങ്ങി വരുമെന്ന് ഓർത്തു നിന്നൊരു പിതാവുണ്ട്. ആ പിതാവാണ് നാം സേവിക്കുന്ന സർവശക്തനാകുന്ന ദൈവം. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളോട് കർത്താവ് പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്നും വളരെ ദൂരത്തായിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥനയിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കുന്നെങ്കിൽ നിരാശപ്പെടേണ്ട, കുറ്റബോധം കൊണ്ട് നിറയണ്ട. നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം നിങ്ങളെ കാർന്നു തിന്നുന്നുണ്ട്. ദൈവത്തിന് പോലും ഇനി എന്നെ വേണ്ട, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എല്ലാവരും എന്നെ മറന്നു, എല്ലാവരും എന്നെ കളഞ്ഞു, എൻ്റെ പ്രാർത്ഥനയൊന്നും ഇനി ദൈവം കേൾക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്തകളിൽ നിങ്ങൾ വളരെ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ എത്ര ദൂരം പോയാലും നിങ്ങളെ വിട്ടുപോകാത്ത കർത്താവ്, നിങ്ങൾ തള്ളിപ്പറയുമ്പോഴും നിങ്ങളെ തള്ളിപ്പറയാത്ത കർത്താവ്, നിങ്ങൾ മറക്കുമ്പോഴും നിങ്ങളെ മറക്കാത്ത യേശു ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വാ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എത്ര ദൂരം പോയാലും അത്ര നേരം അവൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ്റെ സ്നേഹം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഏതു സമയത്തും കൃപ പ്രാപിക്കേണ്ടതിന് കൃപാസനത്തിനരികിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് അനുവാദം നൽകിയിരിക്കുമ്പോൾ ആ പ്രസൻസിലേക്ക്, അവൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് ഓടി അണയാം. ഹിസ് പ്രസൻസ് വിൽ റിസ്റ്റോർ എവറിത്തിങ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം അവൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് തിരികെ തരും പ്രിയപ്പെട്ടവരെ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ,